പതഞ്ജലി മഹർഷിയാണ് യോഗാശാസ്ത്രത്തിൻ്റെ ആചാര്യൻ. യോഗാശാസ്ത്രത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു ഹീലിംഗ് തെറാപ്പിയാണ് യോഗിക് ഹീലിംഗ്. ഭാരതത്തിലെ ഋഷിവര്യന്മാർ ചെയ്തിരുന്ന ചികിത്സാ രീതിയായിരുന്നു ഇത്. ഇത്തരം ഹീലിംഗ് സമ്പ്രദായങ്ങളുടെയെല്ലാം ഉദ്ഭവം ഭാരതത്തിൽ നിന്നു തന്നെയാണ്. യോഗിക് ഹീലിംഗ് തികച്ചും ഒരു യോഗാ രീതിയാണ്. പ്രാണനെ ശരീരത്തിൽ സമ്യക്കായി അല്ലെങ്കിൽ തുല്യമായി വിതരണം ചെയ്യുക എന്ന രീതിയായിട്ടാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. പുരാണങ്ങളിലും വേദങ്ങളിലും മനുഷ്യ ശരീരം 5 കോശങ്ങളായി സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അവ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്നിവയാണ്. ഇതിലെ പ്രാണമയ കോശത്തിനെയാണ് ഇവിടെ ചികിത്സിക്കുന്നത്. ഈ പ്രാണമയ കോശത്തിലെ ചക്രകൾ എന്ന മർമ്മസ്ഥാനത്തെ ഉത്തേജിപ്പിച്ച് ശരീര, മന, ആത്മാവിലേക്ക് പ്രാണനെ എത്തിച്ച് സന്തുലനാവസ്ഥ കൈവരിക്കുകയാണ് യോഗിക് ഹീലിംഗിലൂടെ മിസ്സിസ് രഞ്ജിനി പ്രശാന്ത് ചെയ്യുന്നത്. പ്രാണൻ എന്ന ചൈതന്യം നമുക്ക് ചുറ്റുമുള്ള ഈ അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. പ്രാണൻ എന്ന മഹാസമുദ്രത്തിലാണ് നാം എല്ലാവരും. ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഹേതുവായിട്ടുള്ളത് പ്രാണന്റെ അഭാവമാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ചക്രകൾ വഴിയുള്ള പ്രാണന്റെ വിനിമയം തടസ്സപ്പെട്ടാൽ സാവകാശം ആ ചക്രകളുമായി ബന്ധപ്പെട്ട അവയവങ്ങൾക്ക് താളക്രമവും ഊർജ്ജസ്വലതയും നഷ്ടപ്പെടുകയും അവ രോഗബാധിതമാവുകയും ചെയ്യുന്നു. ഇങ്ങനെ രോഗബാധിതമായ അവയവങ്ങളിലേക്ക് പ്രാണൻ അല്ലെങ്കിൽ വൈറ്റൽ എനർജി തുല്യമായി വിതരണം ചെയ്യപ്പെടുമ്പോൾ ഓരോ കോശവും അവയവങ്ങളും അതാതിൻ്റെ താളക്രമത്തിൽ വളരെ നന്നായി പ്രവർത്തിക്കുന്നു. അങ്ങനെ ശരീരമൊന്നടക്കം കൃത്യമായ താളക്രമത്തിൽ എത്തുന്നു. ഇങ്ങനെ ഒരവസ്ഥയിലെത്തുമ്പോൾ മനുഷ്യ ശരീരത്തിന് ശാന്തി, സമാധാനം, സൗഖ്യം, സന്തോഷം, ആരോഗ്യം എന്നീ ഗുണങ്ങൾ ഉണ്ടാകുന്നു. ഈ രീതിയിൽ ഒരാൾക്ക് രോഗങ്ങളില്ലാതെയും രോഗഭീതിയില്ലാതെയും ആഹ്ലാദത്തോടെയും ആരോഗ്യത്തോടെയും ജീവിതം സുന്ദരമാക്കാൻ കഴിയുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഇത് അനുഭവിച്ചറിയേണ്ട ഒരു അവസ്ഥയാണ്. ഇങ്ങനെ മിസ്സിസ് രഞ്ജിനി പ്രശാന്തിൻ്റെ യോഗിക് ഹീലിംഗ് എന്ന ചികിത്സാ രീതിയിലൂടെ സൗഖ്യം നേടിയ ചിലരുടെ